ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കരുതുന്ന കതിർക്കുലകളുടെ നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയനാകുകയാണ് ഒറ്റപ്പാലത്തെ ജൈവ കർഷകനായ ഉണ്ണികൃഷ്ണൻ. സ്വന്തമായി കൃഷി ചെയ്തെടുത്ത ജീരകശാല ഇനത്തിൽപ്പെട്ട നെൽക്കതിരിൽ നിന്നുമാണ് ഇദ്ദേഹം കതിർക്കുലകൾ നിർമ്മിക്കുന്നത്. ഇത് സാധാരണ നെല്ലുകൊണ്ടല്ല, ഇത് ജീരകശാല നെൽക്കതിരുകൾ കൊണ്ടുണ്ടാക്കുന്ന കതിർക്കുലയാണ്. ഇത് ഏറെക്കാലം കൂടുതൽ ഈട് നിൽക്കും. ഇതിൻ്റെ കളർ മാറില്ല, നെല്ലധികം കൊഴിഞ്ഞു പോവില്ല. പണ്ട് കാലത്തെല്ലാം കതിർക്കുലകൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിന് ആരും മുതിരുന്നില്ല. കൊയ്തെടുത്ത് കെട്ടുകളാക്കിയിട്ട് 4-5 ദിവസം ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷം നെല്ലിൻ്റെ ഓലകളിൽ നിന്നും കതിരുകൾ മാത്രം വേറെയാക്കി, കതിരും അതിൻ്റെ തണ്ടോടുകൂടിയുള്ള കതിര് വേറെയാക്കി ഈർപ്പം തട്ടാത്ത വിധം സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മടയുന്നത് ഇത് ചെറിയ ചെറിയ കൂട്ടുകളാക്കി, മുടി മടയുന്ന രൂപത്തിൽ ചെറിയ ചെറിയ കെട്ടുകളാക്കി വയ്ക്കുന്നു. അതിനുശേഷം പ്ലാസ്റ്റിക് കയർ, ഈ കതിർക്കൊലയ്ക്ക് മാച്ചായ മഞ്ഞ കളർ തന്നെ പ്ലാസ്റ്റിക് കയർ കൊണ്ട് നമുക്ക് എത്ര നീളം കയർ തൂക്കണം അതിനാവശ്യമായ കയർ എൻ്റെ അറ്റം കെട്ടി കതിർക്കൊലയ്ക്കുള്ളിൽ കെട്ട് ഭദ്രമായി ഊരിപ്പോരാത്ത വിധം കെട്ടി, അതിന് മുകളിൽ ഈ മൂന്ന് കൂട്ടായി മടഞ്ഞിട്ടുള്ള കതിരിൻ്റെ കൂട്ടുകൾ 5-6 എണ്ണം വെച്ച് ഏകദേശം കതിർക്കൊലയുടെ ഒരു ആകൃതിയാക്കും. അതിനുശേഷം കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് ഏകദേശം കതിർക്കുലയുടെ ഒരു പകുതി രൂപം ആയിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് 3 വീതം മടഞ്ഞ് മാല പോലെ വീണ്ടും മടഞ്ഞു കൊണ്ടുവരും. കൊല്ലയും കഴിയുമ്പോഴേക്കും അടുത്ത 3 കതിരെടുക്കും. ഇങ്ങനെ ഏകദേശം 3-4 മീറ്ററോളം ഇത് ചുറ്റിക്കൊണ്ടേയിരിക്കും. 3-4 മീറ്റർ ഇതുപോലെ മടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുകളിൽ നിന്ന് ചുറ്റിക്കൊണ്ടുവരാം. ഇതിൻ്റെ കതിരുകളുടെ തുമ്പ് എല്ലാം ഇതിനകത്ത് തന്നെ ഈ സൈഡിൽ ഒതുങ്ങുന്ന പോലെ ചെയ്യണം. ഈ തണ്ടിൻ്റെ അറ്റം പുറത്ത് കാണാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 3 മീറ്ററോളം ചുറ്റിക്കഴിഞ്ഞാൽ വീണ്ടും കതിർക്കൊലയുടെ മുഴുവൻ രൂപമായില്ലെങ്കിൽ അതിൽ വീണ്ടും കതിരുകൾ കൂട്ടിച്ചേർത്ത് ഇതുപോലെ ചുറ്റിക്കൊണ്ടുവരും. മറ്റുള്ള ചില നാടൻ നെൽവിത്തുകളുടെ കതിരുകളൊന്നും ഇതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ കൊഴിയാതെ കിട്ടില്ല, അത് കൊഴിഞ്ഞു പോകും. ജീരകശാല നെല്ലിൻ്റെ കതിരും തണ്ടും ഈ കളറ് മങ്ങാതെ നെല്ല് കൊഴിയാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ സൗകര്യമാണ്. പകുതിയിലധികം രൂപം ആയിക്കഴിഞ്ഞു. ഇത് ചുറ്റുന്നത് കൈകൊണ്ട് വളരെ ടൈറ്റിൽ ചുറ്റുകയും വേണം. തണുത്ത സീസണിലാണ് ഇത് കൂടുതലും മടയാൻ സൗകര്യം. കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ മടയാൻ ബുദ്ധിമുട്ടാണ്. ചിലരെല്ലാം ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്യുക ചെയ്യാറ്, ഇതിൻ്റെ അധികം നീളം നിൽക്കുന്ന തണ്ടുകൾ. അപ്പം ഞാൻ ഈ തണ്ടുകളൊന്നും മുറിച്ച് കളയാതെ മുഴുവനായും നമ്മുടെ ചുരുട്ടുകളിൽ നിന്ന് എടുക്കുന്ന കതിരുകൾ അതേപടി ഒരു ചെറിയ പീസ് പോലും കളയാതെ മുഴുവനും ഈ കതിർക്കൊലയ്ക്കകത്ത് തന്നെ ഒതുക്കുന്ന. ഇത്രയും മടഞ്ഞ് ബാക്കി മടയുന്ന സമയത്ത് നമുക്ക് ഇതിലൊരു ചെറിയ മൊട്ട് സൂചി എന്തെങ്കിലും തറച്ച് താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കാൻ പറ്റും. ചിലർ പറയും ഇത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൽ വാക്സ് അടിക്കുന്നുണ്ടോ, പോളിഷ് ചെയ്യുന്നുണ്ടോ, കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പലരുടെയും ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നെല്ല് വർഷങ്ങളോളം ഇതേ കളറിൽ നിലനിൽക്കുന്നതാണ്. അതിനുശേഷം
ഈ രൂപത്തിൽ ചുറ്റി കൊണ്ടുവരും മുകളിൽ നിന്ന്. ഈ മടഞ്ഞതിലൊന്നും ജോയിൻ്റ് എവിടെയും കാണുന്ന രൂപത്തിലല്ല മടഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇതുപോലെ ആകൃതി വന്ന് ഇനിയും വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ഇതിനെ ഒതുക്കി നിർത്തി വീണ്ടും കതിരുകൾ ആഡ് ചെയ്യാം. കതിരുകൾ കൂട്ടിച്ചേർത്ത് എത്ര നമുക്ക് ആ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിനെ വലുതാക്കി കൊണ്ടാവുന്നതാണ്. ഏകദേശം ഇതൊരു ഇപ്പോൾ 80 സെൻറ്റിമീറ്റർ റൗണ്ടിൽ ഉള്ളൊരു കതിർക്കൊലയുടെ രൂപമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു പൊതിക്കാത്ത വലിയൊരു മാക്സിമം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പുറത്താണ് ഞാൻ ഇത് മടയുന്നത്. ആ തേങ്ങയുടെ വലിപ്പം ഇത് ഫുള്ള് ചുറ്റിക്കഴിയുമ്പോഴേക്കും ഇത് 2 മീറ്ററിലധികം റൗണ്ട് വരും. സാധാരണ ഒരു കതിർക്കൊല 70, 60, 70, 80, 90 സെൻറ്റിമീറ്റർ റൗണ്ടുള്ള കതിർക്കൊലകളാണ് നിർമ്മിക്കുന്നത്. ഇതൊന്ന് പൊതിക്കാത്ത തേങ്ങയുടെ മുകളിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് ചുറ്റി വരുമ്പോഴേക്കും 2 മീറ്ററിലധികം റൗണ്ട്. ഇതും പിന്നെ പല മോഡലുകളിലും മടയാറുണ്ട്. അതെല്ലാം മടഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 10 വർഷം മുൻപാണ് കതിർക്കുലകളുടെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ രീതികൾ സ്വന്തമായി തന്നെ പഠിച്ചതാണ്. 5 മുതൽ 8 മണിക്കൂർ വരെ ഓരോ കതിർക്കുലകളുടെയും നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുനിന്ന് പോലും ആവശ്യക്കാർ എത്തുന്നുണ്ട്. 10 വർഷം മുൻപ് ആദ്യമായി നിർമ്മിച്ച കതിർക്കുല ഇപ്പോഴും യാതൊരു കേടുപാടും കൂടാതെ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ജൈവ കൃഷിയോടൊപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് ഷോപ്പും ഇദ്ദേഹം നടത്തുന്നുണ്ട്.